ജമന്തി ജമന്തി ആ വന്നേ. ഇതെന്താ നേരത്തെ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക. അല്ല നേരത്തെ ഇത് എവിടെ പോകുന്നു? എനിക്ക് 8 മണിയാകുമ്പോൾ ഒരാളൊന്ന് കാണാനുണ്ട്. 8 മണിക്ക് ഒരാളെ കാണാൻ പോകണം. നീ ആരെ? എൻ്റെ ഒരു കൂട്ടുകാരനെ. ഒറ്റയ്ക്കാണോ? ഫാസിൽ വരുമോ? ഇല്ല ഫാസിൽ വരില്ല. ഫാസിൽ ഞാൻ നേരിട്ട് അങ്ങ് പോകണം. ഒരാളെ കണ്ടിട്ട് അതുവഴി അങ്ങ് ഓഫീസിലോട്ട് പോകും. നേരത്തെ പറയാറുന്നില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനല്ലോ. അത് ഇപ്പഴാ പറഞ്ഞത്. നീ പെട്ടെന്ന് എടുക്കണേ. എടുക്ക്. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇവിടെ നിൽക്കണ. ജമന്തി എടുക്കുവാ. ആ ഞാൻ വെളിയിൽ നിന്ന് കുടിച്ചോളാം. തിരക്കുണ്ട്. ഹലോ. ഹലോ. ഹലോ ചേട്ടൻ എവിടെയാ? ഞാൻ ഇവിടെ ഓഫീസിലുണ്ട്. ഓഫീസിലോ? ഞാൻ ചേട്ടനോട് അവിടെ വരാൻ പറഞ്ഞില്ലായിരുന്നോ? എവിടെ? ഗാന്ധി പാർക്കില്. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ല, അതിനുശേഷം ഞാൻ ചേട്ടന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഉറപ്പായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഈ മെസ്സേജ് ഒന്നും അങ്ങനെ നോക്കാറില്ല. ആകെ ഈ ATM കാർഡ് സെന്ററിൽ പോയിട്ട് ആ കാർഡ് പൈസ എടുത്തതിന് ശേഷമാണ് നോക്കാറുള്ളത്. എന്താ കേട്ടോ ചേട്ടാ, എനിക്ക് കനകൻ ചേട്ടൻ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. എന്താ കാര്യം? എന്താണ്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. എന്താണ് പ്രശ്നം? എന്താണെന്ന് പറഞ്ഞോളൂ. അതല്ല, എനിക്ക് കനകൻ ചേട്ടനോട് ഫോണിൽ സംസാരിക്കാനും കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹം തോന്നുവാ. അതെന്തിനാ അങ്ങനെയൊക്കെ? അത് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെ എന്നോട് ഒന്നും പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല, അതുകൊണ്ടാ. ഞാൻ എന്താ വേണ്ട ഇപ്പോ? ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കണം, എന്നോട് സംസാരിക്കണം, എനിക്കൊന്ന് കാണണം, അത്രയൊക്കെ മതി. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്നെ മാത്രം വിശ്വസിച്ച് എന്നോടൊപ്പം ജീവിക്കുന്ന എനിക്കൊരു ഭാര്യയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അതിനിടെ വേറെ ആൾ വേണ്ട. എനിക്കാകെ അവളേ ഉള്ളൂ, അവൾക്ക് ഞാനും. ദയവ് ഇതിനെ ഇങ്ങോട്ട് വിളിക്കരുത്. എന്താണ് പ്രശ്നം? ഏട്ടനെന്താ നേരത്തെ വന്നത്? നേരത്തെ വന്നു. എന്താ, എന്ത് പറ്റി? എൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നേടേ. എന്താ? നീ എന്താ? ഒന്നുമില്ല. നീ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്ന ആരെന്ന്? അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചെന്ന്. അത് കള്ളായിരുന്നു. ഒരു പെണ്ണാ വിളിച്ചെന്നെ. ഈ
ഇടയ്ക്കെപ്പോഴോ KCB ലാണ്ട് വന്നപ്പോൾ ഞാനെന്ത് സഹായിച്ചെന്നാണ് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അത് നമ്മൾ ഓർത്ത് വയ്ക്കുമല്ലോ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കും. അപ്പം അവർ അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ച് വെറുതെ സൗഹൃദം പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. വിളിക്കണോണ്ട് കുഴപ്പമുണ്ടാകും, ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ സംസാരിച്ച് വന്നപ്പോൾ അവനൊരു അത്ര സുഖത്തിലെല്ലാം തോന്നി എനിക്ക്. നിന്നെ കുറ്റം പറയുന്നു, അല്ല അവർ വേറെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പം എൻ്റെ അടുത്തൊരു കള്ളം പറഞ്ഞാണ്. ഇതിപ്പോൾ ഞാനിന്നിപ്പോൾ അവരെ വഴക്ക് പറഞ്ഞ് എനിക്ക് എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ അടുത്ത് വേറെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അവർ വിളിച്ച് അവരിങ്ങനെ മോശം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കള്ളം പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിച്ചല്ലോ. ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അതാണ്, ഞാൻ ഓഫീസിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അത് വന്ന് പറഞ്ഞ് തീർത്താൻ എനിക്ക് മനസ്സമാനം ഉണ്ടല്ലോ. നിനക്കെന്ത് വിശ്വാസമില്ല എനിക്ക്? ഞാൻ അവരെ വിളിക്കാം. അല്ല ഒരു കാര്യം ചെയ്യാം, നീ അവരെ വിളിച്ചിട്ട് നീ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമുക്ക് അവരെ വിളിക്കാം. വിളിച്ചിട്ട് നീ പറഞ്ഞാൽ മതി. നീ ദയവ് ചെയ്ത് വിളിക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കലും നീ പറഞ്ഞാൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ ചെയ്തേ? എന്നോട് ഈയിടെയായിട്ട് ഒറ്റ സ്നേഹമില്ലല്ലോ. അത് ഞാൻ കവിതയോട് പറഞ്ഞപ്പോ അവളാ പറഞ്ഞത് ഏട്ടനിപ്പോ വേറെ ആരോടെങ്കിലും ആയിരിക്കും സ്നേഹമെന്ന്. അപ്പൊ നമുക്ക് ശബ്ദം മാറ്റി ഒന്ന് വിളിച്ചു നോക്കാന്ന്. പക്ഷെ എനിക്കറിയായിരുന്നു ഏട്ടൻ എന്നോട് ആ സ്നേഹമെന്ന്. അവൾ പറഞ്ഞുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഏട്ടാ എന്നോട് ക്ഷമിക്കണേ. സാരല്ല പോട്ടെ. നമ്പർ അവളെടുത്ത് തന്നതാ. അവള് പറഞ്ഞിട്ടാ ഏട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. സോറി. സാരല്ല പോട്ടെ. സോനേട്ടാ. നീ ഇങ്ങനെ ചെയ്യോ? അപ്പോൾ എത്ര കുഞ്ഞന്മാരുണ്ട് മൊത്തം? അവരെല്ലാം നമ്പറിങ്ങതാ. ആ കവിതയുടെ നമ്പറിങ് എടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്ന, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുപാട് ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്ന നമ്മളെ കുടുംബം കുളന്തോണ്ടാ ഇറങ്ങിയ കവിതയുടെ നമ്പർ ഇതിങ്ങനെ ചെയ്യോ? ഇല്ല. സത്യം. സത്യം.